Good morning. ഇന്ന് നിങ്ങൾക്ക് ട്രീസ മാമിന് പകരം ഞാനായിരിക്കും കേട്ടോ ക്ലാസ് എടുക്കണ്ടേ. ഇന്നലെ നിങ്ങൾ പ്രിന്റ് എടുത്തായിരുന്നോ മാർക്കറ്റിംഗിന്റെ പുതിയ ചാപ്റ്റർ? ഇന്നലെ നമ്മള് സ്റ്റാർട്ട് ചെയ്തു. പ്രിന്റ് എടുത്തോ എല്ലാവരും? പെട്ടെന്ന് ആ നോട്ടൊന്ന് എടുത്ത് വെക്കുക കേട്ടോ. പ്രിന്റ് എടുത്തവര് ആ പ്രിന്റ് നോട്ട് ഒന്ന് എടുത്തു വെക്കാം. മാർക്കറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞു, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് പോണം. ആ ഒരു സെക്ഷൻ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ അപ്പൊ ഇന്നലെ നമ്മള് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ചാപ്റ്റർ 9 മാർക്കറ്റിംഗ് ആണ്. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് എന്തെന്ന് പറയാം? മാർക്കറ്റിംഗ് എന്ന് പറയാം, അല്ലെ? അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് പിന്നെ നമ്മൾ പറഞ്ഞത്, അല്ലെ? Marketing has several functions like need assessment, marketing research, product development, pricing and distribution. ഇതൊക്കെ പല ഫങ്ഷൻസിൽ വരുന്നതാണ്. അതില് സെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ പല ഫങ്ഷനുകളിൽ ഒന്ന് മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. പറഞ്ഞത് ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ എന്താണ്? ഈസ് ടു മേക്ക് സെല്ലിംഗ് സർക്കിൾസ്, മിച്ചം വിറ്റഴിക്കുക അല്ലെങ്കിൽ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഈ നെക്സ്റ്റ് നോക്കിയേ, ക്വാളിറ്റി എലോൺ. അതൊന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. എലോൺ ആണ്, ALONE. എലോൺ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്, എലോൺ ആക്കാം. ക്വാളിറ്റി എലോൺ ഈസ് നോട്ട് ഇനഫ്. ഇവിടെ രണ്ട് എക്സാമ്പിളാ പറഞ്ഞേക്കുന്നത്. എന്താ? ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യമുള്ളത്. ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യമുള്ളത്. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അതിന്റെ ക്വാളിറ്റിനെ മാത്രമല്ല മാർക്കറ്റിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ക്വാളിറ്റി മാത്രം നോക്കിയാൽ പോരാ. നോക്കിയേ, ഇവിടെ അതിനുള്ള രണ്ട് എക്സാമ്പിൾ ആയിട്ട് അവിടെ തന്നേക്കുന്നത്. എക്സാമ്പിൾ ഓഫ് പൈനിയർ ടൂൾസ് ആൻഡ് ഡൈ കമ്പനി, കേസ് ഓഫ് മാനുഫാക്ചറിംഗ് പെർഫെക്റ്റ്ലി എഞ്ചിനീയർഡ് മൗസ് ട്രാപ്പ്. മൗസ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മൗസ് ട്രാപ്പ്, എലീനെ പിടിക്കുന്ന ആ ഒരു ഇതില്ലേ, കെണി, അതിന്റെ മാനുഫാക്ചറർ ഏതാണ്? പൈനിയർ ടൂൾസ് ആൻഡ് ഡൈ കമ്പനി. അപ്പൊ അതിനകത്തൊരു എക്സാമ്പിൾ ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യം. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ വേണ്ടി തരുന്നേക്കുന്ന രണ്ട് എക്സാമ്പിളുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ ഓഫ് പൈനിയർ ടൂൾസ് ആൻഡ് ഡൈ കമ്പനി, കേസ് ഓഫ് മാനുഫാക്ചറിംഗ് പെർഫെക്റ്റ്ലി എഞ്ചിനീയർഡ് മൗസ് ട്രാപ്പ്. മൗസ് ട്രാപ്പ് നിർമ്മിച്ചത് പൈനിയർ ടൂൾസ് ആൻഡ് ഡൈ കമ്പനി മൗസ് ട്രാപ്പ് നിർമ്മിച്ചത് അതിനൊരു എക്സാമ്പിൾ ആണ്. ചാപ്റ്റർ 9 ആണ് കേട്ടോ. പ്രിന്റ് നോട്ട് എടുത്തില്ലേ? പ്രിന്റ് എടുത്തവരൊക്കെ നോട്ട് എടുത്ത് വെച്ചേ. ചാപ്റ്റർ 42 എന്നാണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നേ? ആണോ? ഓക്കെ. അപ്പൊ ഈ ഇവിടെ ഷെയർ ചെയ്തേക്കുന്നതിൽ ചാപ്റ്റർ 9 എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് കേട്ടോ. എന്തായാലും ഇരിക്കുന്ന നോട്ടിൽ 42 തന്നെയാണ്. അപ്പൊ നിങ്ങൾ നോക്കാം. അതാണ് ചാപ്റ്ററിന്റെ പേര് മാത്രം നോക്കാം കേട്ടോ. മാർക്കറ്റിംഗ് ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഇപ്പോ ക്വാളിറ്റി എലോൺ ഈസ് നോട്ട് ഇനഫ്. ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യമുള്ളത്. അത് കാണിക്കുന്ന രണ്ട് എക്സാമ്പിൾ ആണ്. പൈനിയർ ടൂൾസ് ആൻഡ് ഡൈ കമ്പനി, ഇൻ ദ കേസ് ഓഫ് മാനുഫാക്ചറിംഗ് പെർഫെക്റ്റ്ലി എഞ്ചിനീയർഡ് മൗസ് ട്രാപ്പ്. മൗസ് ട്രാപ്പ് നിർമ്മിച്ചത് ഒരു എക്സാമ്പിൾ ആണ്. മൗസ് ട്രാപ്പ് ഹൈ കോസ്റ്റ് ഹൈ ക്വാളിറ്റി, നോ സെയിൽസ്. അവിടെ നോ സെയിൽ ഒരു പ്രാവശ്യം മതി കേട്ടോ. നോ സെയിൽ എന്ന് രണ്ടാമത് എഴുതിയേക്കുന്നത് അത് വെട്ടിക്കളഞ്ഞേരെ. മൗസ് ട്രാപ്പ് ഈസ് ഹൈ കോസ്റ്റ്. അപ്പൊ മൗസ് ട്രാപ്പ് എങ്ങനെയാ? ഹൈ കോസ്റ്റ് ഹൈ ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചത്. പക്ഷെ എന്താ? നോ സെയിൽ. അവിടെ സെയിൽ ഉണ്ടായിരുന്നില്ല. ഫെയിൽഡ് ടു എഫക്റ്റീവ്ലി മാർക്കറ്റ്. അത് മാർക്കറ്റിൽ അത് എന്തായി? ഫെയിലായി. അത് ഹൈ കോസ്റ്റിലും ഹൈ ക്വാളിറ്റിയിലും ആയിരുന്നു, പക്ഷെ സെയിൽ ഉണ്ടായിരുന്നില്ല. നോ സെയിൽ.
ഇപ്പൊ ക്വാളിറ്റിക്ക് മാത്രം, ഇപ്പൊ ഹൈ ക്വാളിറ്റിയിലുള്ളതാണ്, പക്ഷെ എന്താ അവിടെ മാർക്കറ്റില് സെയിലായി പോയി. അതുകൊണ്ട് എന്താ പറഞ്ഞേക്കുന്നത്, ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യം. വേറൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എ ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കസ്റ്റമർ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഈസ് വൈറ്റൽ ടു സക്സസ്ഫുൾ മാർക്കറ്റിംഗ്. ഇവിടെ നോക്കിയ രണ്ടാമത്തെ പറഞ്ഞേക്കുന്നത്, നമ്മള് ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കസ്റ്റമർ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ്. അപ്പൊ ഈ മാർക്കറ്റിംഗില് നമ്മൾ രണ്ടാമത് നോക്കുന്നതെന്ന് വെച്ചാൽ കസ്റ്റമറിന്റെ നീഡ്സ് എന്തൊക്കെയാണ്, അവർക്കുടെ ആവശ്യകതകളെ മുൻനിർത്തി വേണം ചെയ്യാനായിട്ട്. അത് മാർക്കറ്റിംഗിന്റെ ഒരു സക്സസ്ഫുൾ മാർക്കറ്റിംഗിന് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ റീസെന്റ് ട്രെൻഡ് എന്താണ്, കസ്റ്റമറിന്റെ നീഡ് എന്താണ് എന്നനുസരിച്ച് അതിനനുസരിച്ചിട്ട് വേണം പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും സക്സസ്ഫുൾ ആവും. അതിനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ ഓഫ് കൊക്കോകോള കമ്പനി ഗെറ്റ് റിഡ് ഓഫ് ഓൾഡ് കോക്ക്. ഓൾഡ് കോക്ക് എന്ന് പറയുന്ന കൊക്കോകോളയുടെ ഷോർട്ട് ഫോം ആട്ടോ, കോക്ക്, COKE, ഷോർട്ട് ഫോം ഫോർ കൊക്കോകോള. അപ്പൊ ഇതിനകത്തെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ പറഞ്ഞ, കൊക്കോകോള കമ്പനി ഗെറ്റ് റിഡ് ഓഫ് ഓൾഡ് കോക്ക് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ കോക്ക്. അപ്പോ കൊക്കോകോള കമ്പനി പഴയ കൊക്കോകോള അത് കളഞ്ഞിട്ട് പുതിയ രീതിയിൽ പുതിയ കൊക്കോകോള ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ക്വാളിറ്റിക്ക് മാത്രമല്ല ഈ മാർക്കറ്റിംഗില് പ്രാധാന്യം എന്ന് പറയുന്ന രണ്ട് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ ഒന്നും എക്സാമിന് ചോദിക്കാറില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് എന്തൊക്കെയാണ്? അപ്പൊ അതിനകത്ത് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഗവേഷണം അല്ലെ. മാർക്കറ്റ് റിസർച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നോക്കണ്ടേ? വാട്ട് ഡു കസ്റ്റമർ വാണ്ട്സ്, കസ്റ്റമറിന് എന്താണ് വേണ്ടത്, അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലാണ് മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ആവുള്ളൂ അല്ലെ. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അത് വിറ്റഴിക്കുള്ളൂ, ഇത് സക്സസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് കസ്റ്റമറിന് ആവശ്യം? വാട്ട് ഡു കസ്റ്റമർ വാണ്ട്, കസ്റ്റമറിന് എന്താണ് വേണ്ടത്? വാട്ട് പ്രൈസ് ഈ റെഡി ടു പേ, എന്ത് വില അതിന് കൊടുക്കാൻ അവർ തയ്യാറാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന് നമ്മൾ ഇപ്പൊ ഒരു 20 രൂപയുടെ ആണെങ്കിൽ നമ്മൾ 50 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തയ്യാറാവണമെന്നില്ല. അപ്പൊ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ഏകദേശം നമുക്ക് ചാപ്റ്റർ 42 മാർക്കറ്റിംഗ്. അപ്പൊ ഇനി അതിന് എന്ത് വില കൊടുക്കാൻ കസ്റ്റമർ തയ്യാറാവും, അതാണ് രണ്ടാമത്തെ പോയിന്റ്. വെയർ ആൻഡ് വെൻ ഗുഡ്സ് ആർ റിക്വയർഡ്, എവിടെയാണ് എപ്പോഴാണ് ഗുഡ്സ് ചരക്കുകൾ ആവശ്യം. വെൻ ആൻഡ് വെയർ ഗുഡ്സ് ആർ റിക്വയർഡ്, എവിടേക്കൊക്കെയാണ് ഈ ഗുഡ്സുകൾ ആവശ്യമായിട്ടുള്ളത്. മാർക്കറ്റ് ബിഗിൻ ബിഫോർ പ്രൊഡക്ഷൻ കം എബൌട്ട്, പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ വിപണനം ആരംഭിക്കുന്നു. മാർക്കറ്റിംഗ് ബിഗിൻ ബിഫോർ പ്രൊഡക്ഷൻ കം എബൌട്ട്, അതായത് പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അത് വിപണനം ആരംഭിക്കുന്നു. നെക്സ്റ്റ്, മാർക്കറ്റിംഗ് എൻഡ്സ് ഇൻ ഫെയിലിയർ വെൻ ബിസിനസ് ഈസ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് റാദർ ദാൻ കസ്റ്റമർ ഓറിയന്റഡ്. ഓക്കെ, കസ്റ്റമറിനെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള മാർക്കറ്റിംഗ്, കസ്റ്റമറിനെ ലക്ഷ്യം വെച്ചുള്ളതിനേക്കാള് പ്രൊഡക്റ്റിനെ ലക്ഷ്യം വെച്ചുള്ള മാർക്കറ്റിംഗ് ആണെങ്കിൽ ആ മാർക്കറ്റിംഗ് പരാജയത്തിൽ കലാശിക്കും. ആ പോയിന്റ് ഒന്നുകൂടി ശ്രദ്ധിച്ചേ. മാർക്കറ്റിംഗ് എൻഡ്സ് ഇൻ ഫെയിലിയറിൽ ആവും. എങ്ങനെയാ? വെൻ ബിസിനസ് ഈസ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് റാദർ ദാൻ കസ്റ്റമർ ഓറിയന്റഡ്, കസ്റ്റമറിനെ ലക്ഷ്യം വെച്ചുള്ളതാണ്. പ്രൊഡക്റ്റിനെ ലക്ഷ്യം വെച്ചുള്ളതിനേക്കാളും കസ്റ്റമറിനെ ലക്ഷ്യം വെച്ചുള്ളതിനേക്കാൾ കസ്റ്റമറിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. എന്ത് പ്രൊഡക്റ്റ് നമ്മൾ ഇതാക്കിയാലും മാർക്കറ്റിംഗിൽ നമ്മൾ കസ്റ്റമറിനെയാണ് എയിം വെക്കേണ്ടത്. കസ്റ്റമറിനെ ലക്ഷ്യം ഉള്ളതിനേക്കാൾ നമ്മൾ പ്രൊഡക്റ്റിനെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ ആ മാർക്കറ്റിംഗ് പരാജയത്തിൽ കലാശിക്കും. അപ്പൊ മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കണം? കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം. അവിടെ ഒന്ന് നോട്ട് ചെയ്തോ, മാർക്കറ്റിംഗ് എന്തിനെ ബേസ് ചെയ്തായിരിക്കണം? കസ്റ്റമർ ഓറിയന്റഡ്. കസ്റ്റമറിനെയാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. കസ്റ്റമറിനെ ലക്ഷ്യം വെച്ചുള്ള മാർക്കറ്റിംഗ് വേണം. പ്രൊഡക്റ്റിനല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ കസ്റ്റമറിന്റെ നീഡ്സ്, കസ്റ്റമറിനെയാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കും.
കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ട്. അപ്പൊ കസ്റ്റമറുമായിട്ട് നല്ലൊരു ഡീലിംഗ് ഒക്കെ ആയിരിക്കണം. കസ്റ്റമറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഇതാവുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങള്, വിപണന തന്ത്രങ്ങള്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് കൺസ്യൂമർ. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഒരു മാർക്കറ്റിംഗ്, ഒരു ഇഫക്റ്റീവ് ഫലപ്രദമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ്? കൺസ്യൂമറിൽ നിന്നാണ്. ഇതൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻ വിത്ത് ഡാഷ്. ആരിൽ നിന്നാണ് ആരംഭിക്കുന്നത്? കൺസ്യൂമർ. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻ വിത്ത് കൺസ്യൂമർ. Once the target segment of the consumer is identified and their requirements evaluated, working out the strategy is the next step. എന്താണ് നമ്മൾ പറഞ്ഞു ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് എപ്പോഴും കൺസ്യൂമറിൽ നിന്നാണെന്ന് പറഞ്ഞു. കൺസ്യൂമറിന്റെ ടാർഗറ്റ് സെഗ്മെന്റ് തിരിച്ചറിയുകയും അവർക്കുടെ റിക്വയർമെന്റ്സ്, ആവശ്യകതകളെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആ സ്ട്രാറ്റജീസ്, ആ തന്ത്രങ്ങള് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. എന്താ പറഞ്ഞേക്കുന്നേ? നമ്മൾ അത് ഏതാണ്, കൺസ്യൂമറിന്റെ ടാർഗറ്റ് സെഗ്മെന്റ് ഏതാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ റിക്വയർമെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? വർക്കിംഗ് ഔട്ട് സ്ട്രാറ്റജീസ്. ആ സ്ട്രാറ്റജീസ്, ആ തന്ത്രങ്ങള് വർക്ക്ഔട്ട് ആക്കുക. നമ്മള് ആ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ആ തന്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ആക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതെല്ലാം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. 4 P's ഓഫ് മാർക്കറ്റിംഗ്. പി കഴിഞ്ഞ ഒരു അപ്പോസ്ട്രോഫി ഇടണം കേട്ടോ അവിടെ എക്സിന്റെ. P's ഓഫ് മാർക്കറ്റിംഗ് എല്ലാ എക്സാമിനും ചോദിക്കും. 4 P's ഓഫ് മാർക്കറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാ, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഏതൊക്കെയാ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. എല്ലാവരും ഇപ്പൊ തന്നെ പഠിക്കുക കേട്ടോ. ഏതൊക്കെയാ 4 P's ഓഫ് മാർക്കറ്റിംഗ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. 4 P's അറിയാലോ? ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇത് 4 4 P's ഓഫ് മാർക്കറ്റിംഗിൽ വരുന്നത്. അപ്പൊ ഇതിനകത്ത് 2-3 തന്നിട്ട് ഒരെണ്ണം വേറെ തരാം. അപ്പൊ എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത 4 P's ഓഫ് മാർക്കറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അതെല്ലാവരും ടിക്കിട്ട് വെച്ചോ അവിടെ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് സെക്ഷൻ 4 P's ഓഫ് മാർക്കറ്റിംഗ്. ഇനി അതിനകത്ത് വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിന്റെ സ്ട്രാറ്റജി. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ ഓർ പ്ലേസ് സ്ട്രാറ്റജി. പ്രൊഡക്റ്റ്, അപ്പൊ പ്ലേസിന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം കേട്ടോ. പ്ലേസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. 4 സ്ട്രാറ്റജീസ് വരുന്ന ഏതൊക്കെയാ? 4 P's ഓഫ് മാർക്കറ്റിംഗിൽ പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രൊമോഷൻ. ഇനി സ്ട്രാറ്റജീസ് ഏതൊക്കെയാ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ്, ഡിസ്ട്രിബ്യൂഷൻ ഓർ പ്ലേസ് സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. ഓക്കെ, ഇതിനകത്ത് നെക്സ്റ്റ് വരുന്ന മാർക്കറ്റിംഗ് മിക്സ് എന്താണ്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞത് ദ മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജി for a successful marketing program and for the containment of the chosen consumer segment is called the marketing mix. നോക്കിയേ, മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഈ 4 കാര്യങ്ങളും പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഈ 4 കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റിംഗ് മിക്സ് ഇരിക്കുന്നത്. ആ 4 സ്ട്രാറ്റജീസിന്റെ ഏതൊക്കെയാ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിങ്ങിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. എന്താണ്?
മാർക്കറ്റിംഗ് മിക്സ് ദ മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജി. ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിങ്ങിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അത് നോക്കിയേ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്രോഗ്രാമിനും തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു കൺസ്യൂമർ സെഗ്മെന്റിനും വേണ്ടിയുള്ള അവർക്കുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയുള്ള 4 സ്ട്രാറ്റജീസിന്റെ മിക്സിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്നൊന്നും ചോദിക്കില്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജി എന്തിനു വേണ്ടിയാ? ഫോർ ദ സക്സസ്ഫുൾ മാർക്കറ്റിംഗ് പ്രോഗ്രാം ആൻഡ് ഫോർ ദ കണ്ടെയ്ൻമെന്റ് ഓഫ് ദ ചൂസൺ കൺസ്യൂമർ സെഗ്മെന്റ് ഈസ് കോൾഡ് മാർക്കറ്റിംഗ് മിക്സ്. ഇനി ഇതിനകത്ത് ഓരോ സ്ട്രാറ്റജീസിനെയും നമ്മൾ ഓരോന്നും ഒന്നുകൂടി എടുത്ത് പറഞ്ഞേക്കാണ് കേട്ടോ. പ്രൊഡക്റ്റ്, ഇപ്പൊ 4 പീസ് ഓഫ് മാർക്കറ്റിംഗിൽ നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്രൊഡക്റ്റ്? നമ്മളൊരു മാർക്കറ്റിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഒരു കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന എന്തിനേയും നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാം. പ്രൊഡക്റ്റ് ഉൽപ്പന്നം. ഓക്കെ, അതായത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നേ? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ഓഫർ ചെയ്യുന്ന എന്തിനേയും നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാം. മെഡിസിൻ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സ് ആവാം, ഇതൊക്കെ പ്രൊഡക്ട്സിൽ വരാം. മെഡിക്കൽ സർവീസുകളാവാം, ഗുഡ്സ് ആവാം, എക്സ്പീരിയൻസ് ആവാം, ഇതൊക്കെ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, പ്രൈസ് എന്ന് പറഞ്ഞ എന്താ? ഒരു പ്രൊഡക്റ്റ് സർവീസോ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ആ വില, അതിനാണ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊഡക്റ്റോ സർവീസോ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാര്യമാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി പ്ലേസ് എന്താ? സെയിൽസ് എവിടെയാണോ നടക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഫേം, ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ കസ്റ്റമർ എവിടെയാണോ അവരുടെ ലൊക്കേഷനെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ, ഇതിനെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. സെയിൽസ് എവിടെയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു ഓർഗനൈസേഷന്റെ കസ്റ്റമർ എവിടെയാണോ അവരുടെ ലൊക്കേഷനെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. ഇനി പ്രൊമോഷൻ എന്ന് പറഞ്ഞ എന്താ? നമ്മള് ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനും അവരുടെ കൺസ്യൂമറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനും അവരുടെ കൺസ്യൂമറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറഞ്ഞത്. നമ്മളൊരു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അതിനൊരു പ്രൈസും നമ്മൾ സെറ്റ് ചെയ്തു, ആ ഒരു പ്ലേസും നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഇതൊക്കെ അവൈലബിൾ ആക്കിയാലും നമുക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി കൺസ്യൂമറിന് ഒരു ഐഡിയ വേണം. അതിന് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പൊ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അതിന് നല്ലൊരു പ്രൈസ് ഇട്ടു, അതൊരു നല്ലൊരു പ്ലേസ് നമ്മൾ സെറ്റ് ചെയ്തു, ഇതെല്ലാം അവൈലബിൾ ആക്കിയാലും അത് ആ പ്രൊഡക്റ്റിനെ പറ്റി കസ്റ്റമർ എങ്ങനെയാ അറിയുന്നത്? അവർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനും ഒരു കൺസ്യൂമറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇതൊന്നും നമ്മള് ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്താണോ മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്നത് അതാണ് പ്രൊഡക്റ്റ്. അത് ഗുഡ്സ് ആവാം, ഒരു സർവീസുകളാവാം, ഒരു എക്സ്പീരിയൻസ് ആവാം. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കിട്ടാൻ വേണ്ടി, ആ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ കൺസ്യൂമർ എവിടെയാണോ അവരുടെ ആ ലൊക്കേഷൻ, അതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷനും ആ കൺസ്യൂമറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്ത് നമ്മൾ 4 സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞു. ഓരോന്നിന്റെയും പ്രൊഡക്റ്റ് സ്ട്രാറ്റജി വരുന്നുണ്ട്, പ്ലേസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിങ് സ്ട്രാറ്റജി. ഞാൻ നോക്കിയേ, അപ്പൊ ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിങ്ങിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിസിഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ഒരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ, ഒരു തീരുമാനം.
Product strategy consists of offering the right consumer goods and services to the right target audience. ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ഒരു തീരുമാനം, ഒരു ഡിസിഷൻ, അതിനാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ഓഫറിംഗ് ദ റൈറ്റ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്. എന്താ പറയുക, ശരിയായ ടാർഗറ്റ് ഓഡിയൻസിന് ശരിയായ കൺസ്യൂമർ ഗുഡ്സും സർവീസും ഓഫർ ചെയ്യുന്നത്, വാഗ്ദാനം ചെയ്യുന്നതിനെയാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജ്, ഡിസൈൻ, ബ്രാൻഡ് നെയിം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ്, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാ? ക്വാളിറ്റി, അതിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അതുപോലെ ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജ്, അതിന്റെ ഡിസൈൻ, ബ്രാൻഡ് നെയിം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട. ദ എയിം ഓഫ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഈസ് ടു ഇവോൾവ് പ്രൊഡക്റ്റ് ദാറ്റ് വിൽ മീറ്റ് ബയർ എക്സ്പെക്ടേഷൻ. വാങ്ങുന്ന ആള്, ബയ്യറിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുക, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ? അതാ, the aim of product strategy is to evolve product that will meet buyer expectation. Okay, അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞേതാ? അത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ ആ ഒരു സെന്റൻസ് അത് അണ്ടർലൈൻ ചെയ്യുക. അതിനകത്ത് വരുന്ന ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ എയിം ഓഫ് ദ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, എന്താണ് എയിം പറഞ്ഞത്? ടു ഇവോൾവ് പ്രൊഡക്റ്റ് ദാറ്റ് വിൽ മീറ്റ് ബയ്യർ എക്സ്പെക്ടേഷൻ. വാങ്ങുന്ന ആള് ബയ്യറിന്റെ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വരുന്നത് പ്ലേസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ. ഒന്നുകൂടി പറയണോ? അണ്ടർലൈൻ ചെയ്യാനുള്ളതാണോ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ്, അതിനകത്ത് ഏതൊക്കെയാ വരുന്നതെന്ന് ഉൾപ്പെടുന്നത്? ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജ്, ഡിസൈൻ, ബ്രാൻഡ് നെയിം, റിസർച്ച്, ഡെവലപ്മെന്റ്. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എയിം എന്താണ്? അതിന്റെ ലക്ഷ്യം എന്താണ്? എയിം ഓഫ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഈസ് ടു ഡാഷ്. അങ്ങനെ ചോദിക്കാം. എന്താ? ടു ഇവോൾവ് പ്രൊഡക്റ്റ് ദാറ്റ് വിൽ മീറ്റ് ദ ബയ്യർ എക്സ്പെക്ടേഷൻ. ഒരു വാങ്ങുന്ന ആള് ബയ്യറിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. ആ രണ്ട് ലാസ്റ്റ് ആ പാരഗ്രാഫിന്റെ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്ലേസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ആണ്. അത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കുക കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. എ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ടു എൻഡ് യൂസർ. എൻഡ് യൂസർ, അന്തിമ ഉപഭോക്താക്കൾക്ക് ഗുഡ്സോ സർവീസോ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് പ്ലേസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, it is a method of distributing goods or services to end users. ഇതാ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ആണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അതിനകത്ത് തന്നെയുണ്ട്. A distribution strategy is a method of distributing goods or services to end users. Decision with regard to physical distribution of goods. Right goods at the right time at the right place. Okay, okay. Decision with regard to physical distribution of goods. ഗുഡ്സിന്റെയും ഒക്കെ ഭൗതിക ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഭൗതിക വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ, തീരുമാനങ്ങള്. റൈറ്റ്, ശരിയായ ഗുഡ്സ് അറ്റ് റൈറ്റ് ടൈമില് റൈറ്റ് പ്ലേസില് എത്തിക്കുക. സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽ, മാർക്കറ്റിംഗ് ചാനലുകള് തെരഞ്ഞെടുക്കുക. മാർക്കറ്റിംഗ് ചാനൽ എന്ന് പറഞ്ഞ എന്താ? കൺസ്യൂമറിന്റെ ഉപയോഗത്തിനായി ഗുഡ്സോ സർവീസോ ലഭ്യമാക്കുന്ന ആളുകള് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങള്, ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് ചാനൽ എന്ന് പറയുന്നത്. പീപ്പിൾ, ഓർഗനൈസേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് മേക്ക് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ഫോർ ദ
യൂസ് ബൈ കൺസ്യൂമേഴ്സ്. ഇതാണ് ഒരു കൺസ്യൂമറിന്റെ ഉപഭോഗത്തിന് വേണ്ടിയിട്ട്, ഉപയോഗത്തിനായിട്ട് ഗുഡ്സും സർവീസും ഒക്കെ ലഭ്യമാക്കുന്ന ആളുകള്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങള്, ഇതെല്ലാം മാർക്കറ്റിംഗ് ചാനൽ എന്ന് പറയാം. മാർക്കറ്റിംഗ് ചാനലിന്റെ സെലക്ഷൻ, തെരഞ്ഞെടുപ്പ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഇസ് ദ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ടു എൻഡ് യൂസേഴ്സ്. ഇനി അടുത്തതാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രൊമോഷണൽ സ്ട്രാറ്റജി, എ പ്രൊമോഷണൽ സ്ട്രാറ്റജി ഈസ് എ പ്ലാൻ that is actionable to influence people about your business, create more leads and boost customer engagement. എൻഗേജ്മെന്റ് ഇടപഴകല്. അപ്പൊ നമ്മുടെ ഒരു ബിസിനസ്, നമ്മുടെ ഒരു ഈ പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയണ്ട, നമ്മുടെ ഒരു ബിസിനസ്, നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് ആളുകളെ ഒരു സ്വാധീനിക്കാനും കൂടുതൽ ലീഡ് കൂടുതൽ കിട്ടാനും ഉപഭോക്തൃ ഇടപെടലുകളൊക്കെ വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു പ്ലാൻ, ഒരു പദ്ധതിയാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, promotional strategy, decision with regard to physical promotional strategy is a plan that is actionable to influence people about your business, create more leads and boost customer engagement. നമ്മുടെ ബിസിനസിനെ കുറിച്ച് ആളുകളെയൊക്കെ പറഞ്ഞ ആളുകളെ സ്വാധീനിക്കാനും കൂടുതൽ ലീഡുകൾ സൃഷ്ടിക്കാനും കൂടുതൽ ഉപഭോക്തൃ ഇടപെടലുകളൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു പദ്ധതിയാണ്, ഒരു പ്ലാനാണ് പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ലാസ്റ്റ് ഫോർത്ത് വൺ പ്രൈസിംഗ് സ്ട്രാറ്റജി ആണ്. ഡീൽസ് വിത്ത് ദ മോഡ് ഓഫ് സെറ്റിംഗ് പ്രൈസ് which should be both justifiable and competitive and bring in profit. അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ളത്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ന്യായമായിട്ടുള്ള വിലയായിരിക്കണം. അതിന് നമ്മള് ചെറിയൊരു ലാഭം എടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ന്യായമായിരിക്കുന്ന വിലയായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡീൽസ് വിത്ത് എ മോഡ് ഓഫ് സെറ്റിംഗ് പ്രൈസ് വിച്ച് ഷുഡ് ബി ബോത്ത് ജസ്റ്റിഫിബിൾ ആൻഡ് കോമ്പറ്റേറ്റീവ്, മത്സരാധിഷ്ഠിതമായിട്ടുള്ള, ലാഭം വരുന്ന ആൻഡ് ബ്രിങ് ഇൻ പ്രോഫിറ്റ്, ലാഭം കൊണ്ടുവരുന്നത് രീതിയിലുള്ള, ന്യായീകരിക്കാവുന്നതുമായിട്ടുള്ള വിലകള് ക്രമീകരിക്കുന്ന രീതിയാണ് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് 4 എണ്ണം നമ്മൾ പറഞ്ഞതില് നമ്മള് ബോൾഡ് ആക്കി തന്നിട്ടില്ലേ, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. അത് ഏത് സ്ട്രാറ്റജിയിലാ വരുന്നേന്നോ അങ്ങനെ എന്തെങ്കിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ഇതാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി ഇവിടെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് നമ്മൾ ഇനി അവിടെ ഒരു ഹെഡിങ് ആണ്, ആ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, അത് വേണ്ട, അത് അവിടെ വരുന്ന ഒരു സെന്റൻസ് അല്ല, അവിടെ ഹെഡിങ് വേറെയാണ് കേട്ടോ. അവിടെ ഒന്ന് എല്ലാവരും അതൊന്ന് മാറ്റിക്കേ, ഒന്നത് വെട്ടി കളഞ്ഞിട്ട് അതിന്റെ അവിടെ എഴുതുക സ്റ്റെപ്പ്, STEPS, steps involved in marketing a new hospital. അതാണ് ഹെഡിങ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ ഒരു ഹെഡിങ് തന്നിട്ടുണ്ട്, ആ ഹെഡിങ് അല്ല അവിടെ വന്നത്. അവിടുത്തെ ഹെഡിങ് അത് നിങ്ങളുടെ പ്രിന്റഡ് നോട്ടില് മിസ്റ്റേക്ക് ആണ്, അത് കറക്റ്റ് ചെയ്യുക. അത് വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ പറയുന്നത് എഴുതാം, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. ഓക്കെ, കറക്റ്റ് ആയിട്ട് എഴുതിയോ? ഓക്കെ, എന്താണ് അതിന്റെ ഹെഡിങ് വരുന്നത്? സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. ഒരു പുതിയൊരു ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകൾ, പുതിയ ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകള്. ഓക്കെ, ഇപ്പൊ ഹെഡിങ് നമ്മൾ കറക്റ്റ് ചെയ്തു.
ഇനി നോക്കിയേ അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ്, ആ സ്റ്റെപ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുക, ഉടലെടുക്കുക. ജനറേഷൻ ഓഫ് കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. അപ്പൊ ആദ്യം നമുക്കൊരു ഐഡിയ വേണം. ഒരു പ്രൊഡക്റ്റ് അത് എന്താണ്, എങ്ങനെ, ഏത് പ്രൊഡക്റ്റ് ആണ് എന്നുള്ള ഒരു ഐഡിയ, ഒരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ, ഒരു കൺസെപ്റ്റ് ഉടലെടുക്കുക. അതിനകത്ത് അവിടെ നമ്മൾ നോക്കിയേ, അതിന്റെ താഴെ തന്നേക്കുന്ന ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഐഡിയ എവിടെയാ? ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെയോ ഒരു കൂട്ടം ആളുകളുടെ മനസ്സിൽ ജനിക്കുന്ന ഒരു ഐഡിയ ആണ്. അതാണ് നമ്മളൊരു പുതിയ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉടലെടുക്കുന്നു. അതെങ്ങനെയാ? ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒരു കൂട്ടം ആളുകൾക്ക് വന്ന ഒരു ആശയമായോ ഒരു ഐഡിയ ആയിരിക്കും. അവരുടെ മനസ്സിൽ തോന്നിയ ഒരു ഇതായിരിക്കാം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ചെറിയ സ്പേസ് ഇല്ലേ? അവിടെ ഈ സെന്റൻസ് എഴുതി ചേർക്കുക. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് റീഡിസൈനിങ് ആൻ ഓൾഡ് വൺ. ആ സെന്റൻസ് അവിടെ എഴുതി ചേർക്കുക കേട്ടോ. ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. അതിന്റെ താഴെ ഒരു കുറച്ച് സ്ഥലമുണ്ട്, അവിടേക്ക് ഇത് എഴുതുക. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് റീഡിസൈനിങ് ആൻ ഓൾഡ് വൺ. ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നു. റീഡിസൈനിങ്, പഴയത് റീഡിസൈൻ ചെയ്യുന്നു, പുനർരൂപകൽപ്പന ചെയ്യുന്നു. ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ആ സെയിം സെന്റൻസ് അത് ഒന്നുകൂടി പറയണോ? അതിനകത്ത് നമ്മൾ പറഞ്ഞത് പ്രൈസിങ് സ്ട്രാറ്റജി വരെയും കറക്റ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹെഡിങ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ ഹെഡിങ് വേണ്ട, അത് നിങ്ങൾ വെട്ടിക്കളയുക. എന്നിട്ട് അവിടെ ഹെഡിങ് എന്താ കൊടുക്കണ്ടേ? സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ എന്നുള്ള ഹെഡിങ് അവിടെ കൊടുക്കുക. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ എന്നാക്കുക. ഇനി അതിന്റെ താഴെ സ്റ്റെപ്സുകളാണ്. സ്റ്റെപ്പ് 1 എന്താ പറഞ്ഞേക്കുന്നത്? ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു, ഉടലെടുക്കുന്നു. അതിന്റെ താഴെ എന്താണ്? ഐഡിയ. അതെങ്ങനെയാ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആകാം. ഇനി ആ ഒരു സെന്റൻസ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ആ പഴയത് നമ്മൾ ആ വെട്ടിക്കളഞ്ഞില്ലേ, അതെടുത്ത് അങ്ങോട്ട് എഴുതാം. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് റീഡിസൈനിങ് ആൻ ഓൾഡ് വൺ എന്നുള്ളത് അവിടെ എഴുതി ചേർക്കുക. അപ്പൊ ആ സ്റ്റെപ്പ് 1 കറക്റ്റ് ആയി. സ്റ്റെപ്പ് 1 ഇനി ക്ലിയർ അല്ലേ? നമ്മൾ ആ വെട്ടിക്കളഞ്ഞ സെന്റൻസ് എടുത്ത് ആ ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് എന്നുള്ളതിന്റെ താഴേക്ക് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, സ്റ്റെപ്പ് 1 അതാണ്. ഇതിനകത്ത് ആ സ്റ്റെപ്പുകൾ ഒന്ന് നോക്കണം കേട്ടോ. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ എന്നുള്ള സ്റ്റെപ്പുകൾ മാത്രം ഒന്ന് നോക്കി പോവുക കേട്ടോ. അപ്പൊ സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. ഇനി അത് സ്ക്രീനിങ് നടത്തുന്നു. സ്ക്രീനിങ് ഐഡിയ ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഈഫ് നോട്ട് റിമൂവ്ഡ്. അടുത്ത് നോക്കിയ രണ്ടാമത്തെ, ഒരു കമ്പനിയുടെ ലക്ഷ്യങ്ങള് നിറവേറ്റുകയും നല്ല വിൽപ്പന വാഗ്ദാനം ചെയ്യുന്ന ഒരു ആശയം. അതാണ്
Idea that meet up with the company objectives and promise good sales are taken into consideration. ഒരു കമ്പനിയുടെ ലക്ഷ്യങ്ങള് നിറവേറ്റുകയും നല്ല ഒരു വിൽപ്പന വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആശയം. ഡിസിഷൻ മെയ്ഡ് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ സ്ക്രീനിങ്ങില് ഡിസിഷൻ മെയ്ഡ് എടുക്കുന്ന തീരുമാനം എന്താ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഡിസിഷൻ മെയ്ഡ് ഈസ് ഇമ്പോർട്ടന്റ്. എടുത്ത തീരുമാനം അത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് സ്ക്രീനിങ്ങിൽ വരുന്നത്. സ്റ്റെപ്പ് 2-ല് okay, using checklist with consist of a factor such as, അവിടെ എന്ത് ഉപയോഗിക്കാം? ചെക്ക്ലിസ്റ്റ് ഉപയോഗിക്കാം. ചെക്ക്ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ള് ഡീറ്റെയിൽ ഉള്ള ഒരു ബുക്ക്. ചെക്ക്ലിസ്റ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽ ഫോർ എവരി സ്റ്റെപ്സ് ഇൻ എ പ്രോസസ്. ഒരു പ്രോസസ്സിന്റെ എല്ലാ സ്റ്റെപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അടങ്ങിയ ഒരു ബുക്കാണ് ചെക്ക്ലിസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? യൂസിങ് ചെക്ക്ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ്. ഈ ഫാക്ടേഴ്സ് ഉള്ള ചെക്ക്ലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഈ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? താഴെ തന്നിരിക്കുന്ന ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് അടങ്ങിയ ചെക്ക്ലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഏതില്? സ്ക്രീനിങ്ങില്. ഫീച്ചർ ഓർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. എന്താ? ആ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സേവനത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സവിശേഷത നോക്കും. ഫീച്ചർ ഓർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഫീച്ചർ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഗുണമേന്മ എന്താണ്? പ്രൊഡക്റ്റ് ഒരു ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ ഒക്കെ ക്വാളിറ്റി നോക്കും. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഓർ പേഴ്സണൽ. ആ വസ്തുക്കളുടെ ലഭ്യത നോക്കും. സ്ക്രീനിങ്ങില് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, അത് നമുക്ക് അവൈലബിൾ ഉള്ള വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം. നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ അത് നമുക്ക് നിർമ്മിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, വസ്തുക്കളുടെ ലഭ്യത, ഓർ പേഴ്സണൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര് അത് പേഴ്സണൽസ് അത് നിർമ്മിക്കാനുള്ള പേഴ്സണൽസ് നോക്കും. കമ്പനീസ് കേപ്പബിലിറ്റി അടുത്ത് നോക്കും. കമ്പനിയുടെ കഴിവ്, കമ്പനിക്ക് അത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള അത്രയും ഇൻകം ഉണ്ടോ, അത്രയും ഒരു കഴിവുണ്ടോ എന്നുള്ളത് കൂടി ആ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഫാക്ടേഴ്സ്. ഇത്രയും ഫാക്ടേഴ്സ് അടങ്ങിയ ചെക്ക് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫീച്ചർ ഓർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഓർ പേഴ്സണൽ, കമ്പനീസ് കേപ്പബിലിറ്റി കമ്പനിയുടെ ഒരു കഴിവ് നോക്കും. ഇനി നോക്കിയേ ഫെസിലിറ്റീസ് റിക്വയർഡ്. ഫെസിലിറ്റി എന്തൊക്കെയാ? ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. വിൽപ്പനത്തിനും സെയിൽ എന്ന് വെച്ചാൽ എന്താ? വിൽപ്പനയ്ക്കും ഡിസ്ട്രിബ്യൂഷൻ വിതരണത്തിനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നോക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സെയിൽ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കും. ഇതാണ് സ്ക്രീനിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇതിന്റെ സ്റ്റെപ്പുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ബിസിനസ് അനാലിസിസ് ആണ്. സ്റ്റെപ്പ് 3 ബിസിനസ് അനാലിസിസ്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി ദഹിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ഞാൻ പറഞ്ഞില്ലേ, 3rd 4th മൊഡ്യൂള് 1st 2nd മൊഡ്യൂള് പോലെ അത്ര സിമ്പിൾ അല്ല. ഇത് കുറെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചാപ്റ്റേഴ്സും ഇത്തിരി വലിയതാണ്, കണ്ടന്റ് കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, ബാക്കി ഒന്ന് വായിച്ച് വെക്കുക. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ആ ഒരു നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിനേക്കാൾ കുറച്ചും കൂടി ഫസ്റ്റ് 2nd മൊഡ്യൂളിനേക്കാൾ കുറച്ചും കൂടി ടഫായിട്ട് തോന്നുന്നുണ്ടോ? എല്ലാവരും ഓക്കെ. അത് പെട്ടെന്ന് നമ്മൾ അത് പറഞ്ഞ രീതിയിൽ ഓരോന്നും പറഞ്ഞ് ദഹിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അത്. ഓക്കെ, ഇച്ചിരി വലിയ ലെങ്തി ചാപ്റ്റർ ആണ്. എല്ലാ കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഏരിയ അത് ഒത്തിരി ഉണ്ട്. ഈ ഒരു ചാപ്റ്റർ പിന്നെ എന്നാലും കുറച്ചും കൂടി ഉണ്ട്. അതിങ്ങനെ നമുക്ക് പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. അപ്പൊ അതൊന്നും വായിച്ച് നിങ്ങളൊന്ന് വെക്കുക. എന്നിട്ട് ഇമ്പോർട്ടന്റ് ഏരിയനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇനി ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും തരാം.
മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും അതൊക്കെ തന്നെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ആണെങ്കിലും നമുക്ക് അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും. നമ്മൾ അതൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും. ഞാൻ പറയില്ല, ഒരു 5, 6, 7 ക്വസ്റ്റ്യൻ, അതിൽ കൂടുതലൊന്നും ഒരു ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പൊ അതിനകത്ത് പ്രത്യേകം ചില ഏരിയസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും നിങ്ങൾ. ആ ഒരു ഡിഫറൻസ് ശരിക്കും അതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ പഴയ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പോലെ അത്രയും സിമ്പിൾ അല്ല. തേർഡ് ഫോർത്തിലേക്ക് വരുമ്പോ കുറച്ചും കൂടി ഒരു ടഫ് ആണ്. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നത്. അതെല്ലാവർക്കും അങ്ങനെയുണ്ട്. നമുക്കിത് വായിച്ചൊന്ന് പറയാനേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് ദഹിക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുള്ളൂ. നമ്മളിവിടെ പറഞ്ഞു വന്നത് ഇതിനകത്ത് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്, അതെല്ലാവരും ടിക്കറ്റ് വെച്ചില്ലേ? അതെന്തായാലും പഠിക്കണം. അതിനകത്ത് 4 പീസ്: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഇതിനകത്ത് 4 സ്ട്രാറ്റജീസ് ഏതൊക്കെയാന്ന് പഠിക്കണം. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിങ് സ്ട്രാറ്റജി. പിന്നെ ഞാൻ പറഞ്ഞത് അതിനകത്ത് മാർക്കറ്റിംഗ് മിക്സ് ആണ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് ഓരോ സ്ട്രാറ്റജീനും പഠിച്ചു. അതിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റത്തെ 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് അത് നോക്കുക. എയിം എന്താണ്? ടു ഇവോൾവ് പ്രോഡക്റ്റ് ദാറ്റ് വിൽ മീറ്റ് ബയർ എക്സ്പെക്ടേഷൻ. വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓർ പ്ലേസ് സ്ട്രാറ്റജിയിൽ നിങ്ങൾ ആ ബോൾഡ് ചെയ്ത് എഴുതിയിട്ടില്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് മായ്ച്ചു വെക്കാം കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ്. അറിയാലോ. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഒരുപാടുണ്ട്. ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. രണ്ടാമത് പറഞ്ഞത് പ്ലേസ് എന്നുള്ളത്, അതാ നമ്മൾ ബോൾഡ് ആയിട്ടുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. പ്രൊമോഷണൽ സ്ട്രാറ്റജിയിലും ബോൾഡ് ആയിട്ടുള്ളതൊന്ന് മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. പിന്നെ പ്രൈസിങ് സ്ട്രാറ്റജിയാണ്, അതറിയാലോ. ഡീൽസ് വിത്ത് മോഡ് ഓഫ് സെറ്റിംഗ് പ്രൈസ്. ആ ഒരു ഇതിന് നമ്മൾ ഒരു ന്യായമായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ലാഭം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് സെറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ 4 സ്ട്രാറ്റജീസും ആ ഒരു സെക്ഷൻ ക്ലിയർ ആയി എല്ലാവർക്കും? ഓക്കെ, അതിൽ ആ ബോൾഡ് ചെയ്തിട്ടേക്കുന്ന ആ ഭാഗം അണ്ടർലൈൻ ചെയ്തിടുക. അതൊന്ന് വായിച്ചു നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഏതാണ്? സ്റ്റെപ്സ് ആണ്. അതിന്റെ ഹെഡിങ് നമ്മൾ പറഞ്ഞു, ഒരു പുതിയ ഒരു ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകളാണ്. അതില് എത്ര സ്റ്റെപ്പ് ഉണ്ട്? നമുക്ക് 6 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്സുകൾ മാത്രം നിങ്ങൾ നോക്കുക. ക്ലിയർ ആണോ? സ്റ്റെപ്സ് 1 ഏതാണ്? ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് നോക്കുക. സ്റ്റെപ്പ് 1 എന്തായിരുന്നു പറഞ്ഞേ? ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ്, അതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉടലെടുക്കുന്നു. അതാണ് 1ാമത്തെ സ്റ്റെപ്പ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ അതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉടലെടുക്കുന്നു. എല്ലാവരും പഠിച്ചു പോവുക കേട്ടോ. സ്റ്റെപ്പ് 1 ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് 2 എന്താണ്? സ്ക്രീനിങ്. അത് മാത്രം പഠിക്കുക. സ്റ്റെപ്പ് 2 ഏതാ? സ്ക്രീനിങ് ആണ്. പിന്നെ അതിന്റെ താഴെ സ്ക്രീനിങ്ങിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ്, അതൊന്ന് വായിച്ചു വെക്കുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ബിസിനസ് അനാലിസിസ് ആണ്. ബിസിനസ് അനാലിസിസ് ചെയ്യുക. അനലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ വിശകലനം ചെയ്യുക. അവിടെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നോക്കിയേ? ബിസിനസ് അനാലിസിസില് ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. മൊത്തത്തിലുള്ള ഒരു വിപണി സാധ്യത വിലയിരുത്തുക. അതാണ് ബിസിനസ് അനലൈസ് ചെയ്യുക. അപ്പൊ ആ ഒരു മാർക്കറ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അതിന്റെ വിപണി സാധ്യത എന്താണ് എന്നുള്ളത്. മാർക്കറ്റ് പൊട്ടൻഷ്യൽ, ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. മൊത്തത്തിലുള്ള ഒരു സമഗ്രമായ വിപണി സാധ്യത വിലയിരുത്തുക. രണ്ടാമത്തെ പോയിന്റ് നോക്കിയ ബിസിനസ് അനാലിസിസിൽ ഫിനാൻഷ്യൽ റിസോഴ്സ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. അവിടെ എന്താ? ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എന്തിനു വേണ്ടി? പ്രൊഡക്ഷൻ,
പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിസോഴ്സുകൾ നോക്കുക. പിന്നെ നമ്മുടെ ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്, ഉൽപ്പന്നത്തിന്റെ മത്സര ശക്തിയും വളർച്ചാ നിരക്കും ഒക്കെ, ഗ്രോത്ത് റേറ്റ് ഒക്കെ അനലൈസ് ചെയ്യുക. അനാലിസിസ് ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്, ഒരു ഉൽപ്പന്നത്തിന്റെ മത്സര ശക്തിയും അത് മാർക്കറ്റിൽ എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആണ് എന്നുള്ളതും ഗ്രോത്ത് റേറ്റും നോക്കുക. ഇതെല്ലാം ബിസിനസ് അനാലിസിസിൽ വരുന്ന 2 പോയിന്റ് ആണ്. ഇനി അടുത്തത് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ്. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് നോക്കാം. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്തേ വന്നേ? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻ, വാണ്ട്സ്, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് എക്സെട്ര. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് എ ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻ. അപ്പൊ ഇത് അനലൈസ് ചെയ്തതിന് ശേഷമൊക്കെ ഈ കൺസ്യൂമറിന്റെ റിയാക്ഷൻ എന്താണ് എന്നുള്ളത് ഒരു ഫീഡ്ബാക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻ. കൺസ്യൂമറിന്റെ റിയാക്ഷൻ എന്താണ്, ആ പ്രൊഡക്റ്റിനുള്ള റിയാക്ഷൻ, അവരുടെ വാണ്ട്സ്, ആവശ്യം എന്താണ്, പാക്കേജിങ്, ബ്രാൻഡിങ് എന്നിവയായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചസ് ഐഡിയ ഇൻടു ഫൈനൽ പ്രൊഡക്റ്റ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്കിനനുസരിച്ച് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിലെ ഐഡിയാസ് ചേഞ്ച് ചെയ്തു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് അത് മാറ്റുന്നു. ഇതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്താണ്? പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കൺസ്യൂമറിന്റെ റിയാക്ഷൻ എന്താണ്, വാണ്ട്സ്, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് എന്നിവയായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക ചെയ്യുന്നത്. കൺസ്യൂമറിന്റെ റിയാക്ഷൻ, വാണ്ട്സ്, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇനി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്യുന്നത്? അതിനനുസരിച്ച് ഐഡിയ ചേഞ്ച് ചെയ്തിട്ട് അത് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഇതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. കൺസ്യൂമർ റിയാക്ഷൻ ടു ദ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റിനോടുള്ള കൺസ്യൂമറിന്റെ റിയാക്ഷൻ, അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് കൺസ്യൂമർ റിയാക്ഷൻ ടു ദ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയൊരു പ്രൊഡക്റ്റിനോടുള്ള ഒരു കൺസ്യൂമറിന്റെ റിയാക്ഷൻ. എന്താണ് എയിം? എന്താ? പ്രിഡിക്റ്റ് സെയിൽ ആൻഡ് പ്രോഫിറ്റ്. ദ എയിം ഓഫ് ടെസ്റ്റ് മാർക്കറ്റിംഗ് ഈസ് ടു പ്രിഡിക്റ്റ്. മുൻകൂട്ടി കാണാണ്. സെയിൽ എന്താണ്, അതിന്റെ പ്രോഫിറ്റ് എന്താണ് മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗിന്റെ എയിം എന്ന് പറയുന്നത്. അതായത് ഒരു മാർക്കറ്റിലേക്ക് നമ്മളത് സെയിൽ ചെയ്യുന്നതിന് മുന്നേ, എത്തിക്കുന്നതിന് മുന്നേ നമ്മൾ ആ പുതിയ പ്രൊഡക്റ്റ് കുറിച്ച് നമ്മളത് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയൂലേ, അത് തന്നെ ടെസ്റ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അതാണ് ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ അത് എത്രത്തോളം എങ്ങനെയൊക്കെ ആവും എന്നുള്ളതൊക്കെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിന്റെ അപ്പൊ എത്രത്തോളം കൺസ്യൂമറിന് ആ ഒരു പ്രൊഡക്റ്റിനോട് റിയാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞിങ്ങനെ നമുക്ക് എത്രത്തോളം സെയിൽ ഉണ്ടാവും, അതിന്റെ എത്രത്തോളം പ്രോഫിറ്റ് എന്തായിരിക്കും എന്നൊക്കെ മുൻകൂട്ടി കാണാനും ടെസ്റ്റ് മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. അവിടെ ആ ടെസ്റ്റ് മാർക്കറ്റിംഗിന്റെ അവിടെ ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോട്ടോ. ടെസ്റ്റ് മാർക്കറ്റിംഗ്. Test marketing is a tool. Test marketing is a tool used by the companies. Test marketing is a tool used by the companies to check the
to check the viability, VIABILITY, പ്രവർത്തനക്ഷമത, viability, 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 viability of their new product. Viability of their new product before it is being launched, LAUNCHED, launched in the market on a large scale. On a large scale. The test marketing is a tool used by the companies to check the viability of their new product before it is being launched in the market on a large scale. ലാർജ് സ്കെയിലില് മാർക്കറ്റിംഗില് അത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനുള്ള അതിന്റെ പ്രവർത്തനക്ഷമതയൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ കമ്പനി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ശരിക്കും ഈ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതെന്താ, കൺസ്യൂമറിന്റെ റിയാക്ഷൻ എന്താണ്, ഡീലറിന്റെ റിയാക്ഷൻ എന്താണെന്നൊക്കെ അറിയാൻ സഹായിക്കും ടെസ്റ്റ് മാർക്കറ്റിംഗ്. ഇതാണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് ടെസ്റ്റ് മാർക്കറ്റിംഗ് ഈസ് ദ റിയാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് റിയാക്ഷൻ ഓഫ് ഡീലേഴ്സ്. ഡീലേഴ്സിന്റെയും കസ്റ്റമറിന്റെയും ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള കസ്റ്റമറിന്റെയൊക്കെ റിയാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എയിം എന്താണ്, പ്രിഡിക്റ്റ് സെയിൽ ആൻഡ് പ്രോഫിറ്റ്. അതും കൂടി ഒന്ന് എഴുതി വെച്ചോട്ടോ. എയിം ഈസ് ടു പ്രിഡിക്റ്റ്, ടെസ്റ്റ് മാർക്കറ്റിംഗിന്റെ എയിം എന്താണെന്ന്, എയിം ഈസ് ടു പ്രിഡിക്റ്റ് സെയിൽ ആൻഡ് പ്രോഫിറ്റ്. സെയില് പ്രോഫിറ്റ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ, ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ 5ാമത്തെ സ്റ്റെപ്പാണ്. 6ാമത്തെ സ്റ്റെപ്പ് കൊമേഴ്സ്യാലിസം, ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്. സ്റ്റെപ്പ് 6 commercialization. എന്താ മലയാളം, വാണിജ്യവൽക്കരണം. ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്, വൻതോതിലുള്ള വിക്കല് വാങ്ങല്. 5th സെക്കൻഡ് പോയിന്റ് പറയാട്ടോ. ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് എയിം ആണോ? Aim is to predict, test marketing അല്ല, aim is to predict sale and profit. സെയിൽസ് എത്രത്തോളം ഉണ്ട്, അതിന്റെ പ്രോഫിറ്റ് എത്രത്തോളം ആകാം എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഏകദേശം ടെസ്റ്റ് മാർക്കറ്റിംഗിൽ അറിയാലോ ഈ പ്രൊഡക്റ്റിനോട് കസ്റ്റമറിന്റെ ഇതൊക്കെ എങ്ങനെയാണ്, ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഫുൾ ലാർജ് സ്കെയിലിൽ വരുമ്പോൾ അത് സക്സസ്ഫുൾ ആവോ, അതിന് ഇത്രത്തോളം ലാഭം കിട്ടും എന്നുള്ളതൊക്കെ ഒന്ന് മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗിന്റെ എയിം എന്ന് പറയുന്നത്. എയിം ഈസ് ടു പ്രിഡിക്റ്റ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. സെയിൽ പ്രോഫിറ്റ് ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞത് കൊമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്, വൻതോതിലുള്ള വിക്കല് വാങ്ങല്. ഇതാണ് സ്റ്റെപ്പ് 6. ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്, വൻതോതിലുള്ള വിക്കല് വാങ്ങലൊക്കെ. അതും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഒരു സെന്റൻസ് ഒന്ന് എഴുതിക്കോ. Commercialization is the process of bringing new product, bringing new product
bringing new product or services to market. ഒരു മാർക്കറ്റിലേക്ക് പുതിയ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒക്കെ കൊണ്ടുവരുന്നതിനാണ് ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് ആണ്. വൻതോതിലുള്ള വിക്കല് വാങ്ങല് ആണ് കൊമേഴ്സ്യലൈസേഷൻ. is the process of bringing new product or services to market. ഇങ്ങനെ 6 സ്റ്റെപ്പ്, നിങ്ങൾ ഈ 6 സ്റ്റെപ്പ് പഠിച്ചു വെക്കണം. 6 സ്റ്റെപ്പ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. ഈ അഞ്ചാമത്തേല് സെക്കൻഡ് പോയിന്റ്. ടെസ്റ്റ് മാർക്കറ്റിംഗ് അല്ലേ ആ 5th സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത്. ഇതിനകത്ത് നമ്മള് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു സെന്റൻസ് എഴുതിയെന്നുള്ളൂ. ടെസ്റ്റ് മാർക്കറ്റിംഗ് is a tool used by the company എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന to check their viability of their new product before it is being launched in the market on a large scale. വലിയ തോതില്ല മാർക്കറ്റിൽ അത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയൂലേ, ചെക്ക് ചെയ്യാൻ, കമ്പനിയുടെ ഇതൊക്കെ പ്രവർത്തനക്ഷമതയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ശരിക്കും ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ടെസ്റ്റ് മാർക്കറ്റിംഗിൽ നമ്മൾ എന്താ പറഞ്ഞ ആ കൺസ്യൂമറിന്റെ അല്ലെങ്കിൽ ഡീലറിന്റെ ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള റിയാക്ഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അതിന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, സെയിൽ എത്രത്തോളം ഉണ്ടാവും, അതിന്റെ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടാകും എന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗിന്റെ എയിം എന്ന് പറയുന്നത്. അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ, എയിം എന്താണെന്നുള്ളത്. എയിം ഈസ് ടു പ്രിഡിക്റ്റ് സെയിൽ ആൻഡ് പ്രോഫിറ്റ്. സെയിൽ പ്രോഫിറ്റ് ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എയിം എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് കൊമേഴ്സ്യലൈസേഷൻ ആണ് പറഞ്ഞത്. അതെന്താ, ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ്, സർവീസസ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മള് കൊമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും 6 സ്റ്റെപ്പുകൾ പഠിക്കാം. അതിന്റെ ഹെഡിങ് എന്തായിരുന്നു നമ്മൾ എഴുതിയത്? സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രോഡക്റ്റിനോടുള്ള ഒരു കൺസെപ്റ്റ് ഉടലെടുക്കുന്നു. സ്റ്റെപ്പ് 2 സ്ക്രീനിങ് ആണ്. സ്റ്റെപ്പ് 3 സ്ക്രീനിങ് കഴിഞ്ഞ എന്താ? ബിസിനസ് അനാലിസിസ്, അത് അനലൈസ് ചെയ്യുന്നു. 4th സ്റ്റെപ്പില് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. 5th സ്റ്റെപ്പില് ടെസ്റ്റ് മാർക്കറ്റിംഗ്. 6th എന്താണ്? അത് വലിയ ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് നടത്തുന്നു, കൊമേഴ്സ്യലൈസേഷൻ. ഈ 6 സ്റ്റെപ്പും പഠിച്ചോ? സ്റ്റെപ്പുകള് ക്ലിയർ അല്ലേ? 6 സ്റ്റെപ്പും ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇതങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ കേട്ടോ. അവിടെ കിടക്കുന്നുണ്ടോ? ഇതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് അവിടെയാണ് ഇതിന്റെ ലാസ്റ്റ് ആണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. അത് അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ ആ സ്റ്റെപ്പ് നമ്മൾ അവിടെ നിന്ന് വെട്ടി ഇപ്പുറത്തേക്ക് നമ്മൾ ആദ്യം ആയിരുന്നു ആ സ്റ്റെപ്പ്. അത് നിങ്ങളുടെ നോട്ടില്, പ്രിന്റഡ് നോട്ടിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണെന്നുള്ളൂ. നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ഒരു ഇത്തിരി ടഫ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ അതെന്താണ് നിങ്ങളൊന്ന് വായിച്ച് പഠിക്കാൻ പറയുന്ന ആ ഒരു ഏരിയ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി അടുത്തത് വരുന്നത്, അപ്പൊ ആ സ്റ്റെപ്പ് എന്നുള്ളത് അവിടെ വെട്ടിക്കളഞ്ഞേക്കാം കേട്ടോ. ഇനി അടുത്തത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ഹാസ് ബ്രോഡ്ലി അഡോപ്റ്റഡ് ആസ് എ വേ ടു ലേൺ അബൌട്ട് മാർക്കറ്റ്, attract sufficient resources, evolve appropriate services, and communicate the availability of such goods to those
who may be able to buy such services. ഒരു പുതിയൊരു മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും മതിയായിട്ടുള്ള വിഭവങ്ങൾ ആകർഷിക്കാനും ഉചിതമായ സേവനങ്ങൾ വികസിപ്പിക്കാനും അത്തരം സേവനങ്ങൾ വാങ്ങാൻ കഴിയുന്നവരോട് അതിന്റെ അവൈലബിലിറ്റി, അതിന്റെ ലഭ്യത അറിയിക്കാനുമുള്ള ഒരു മാർഗമായി ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള പ്രവർത്തനം വ്യാപകമായി സ്വീകരിച്ചിരിക്കുന്നതാണ്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്താണ്? ആസ് ബ്രോഡ്ലി അഡോപ്റ്റഡ്. എന്തിനു വേണ്ടിയിട്ടാ? ആസ് എ വേ ടു ലേൺ അബൌട്ട് മാർക്കറ്റ്, മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കാൻ. അതുപോലെ തന്നെ അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്, സഫിഷ്യന്റ് റിസോഴ്സുകൾ അട്രാക്ട് ചെയ്യാനും ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ്, ഉചിതമായിട്ടുള്ള സേവനങ്ങൾ വികസിപ്പിക്കാനും അതിന്റെ കമ്മ്യൂണിക്കേറ്റ് അവൈലബിലിറ്റി ഓഫ് സച്ച് ഗുഡ്സ്, അത്തരം വിഭവങ്ങൾ വാങ്ങുന്നവരാണ് ഗുഡ്സ് those who may be able to buy such services. ആ സർവീസ് വാങ്ങുന്ന ആളുകളോട് അത്തരത്തിൽ സേവനങ്ങളുടെ ഒക്കെ ആ ഒരു ലഭ്യത അറിയിക്കാനുമുള്ള ഒരു പ്രവർത്തനമാണ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് മാർക്കറ്റ് പ്ലാനിങ്ങും വരുന്നുണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. ഈ ഒരു സെക്ഷനും കൂടി ഉള്ളൂ ശരിക്കും നിങ്ങൾക്ക്. ഇത് രണ്ടും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആ ചാപ്റ്റർ കഴിയും. പക്ഷെ അതിന്റെ കീഴിൽ തന്നെ കുറെ പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ കീഴിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാ? മാർക്കറ്റ് പ്ലാനിങ്ങും ഉണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ കീഴിൽ വരുന്നതാണ് മാർക്കറ്റ് പ്ലാനിങ്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത്രയും മതി. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇനിയിപ്പോ എല്ലാവരെയും കൊണ്ടൊന്നും വായിപ്പിക്കാനുള്ള ടൈം ഇല്ല, അതുകൊണ്ടാണ് ഫുള്ള് മ്യൂട്ട് ചെയ്ത് തന്നെ എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് തന്നെ ചോദിക്കാം കേട്ടോ. ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ അല്ലെങ്കിൽ. പിന്നെ ഞാൻ വീണ്ടും ഞാൻ പറയുന്നില്ല, ഇമ്പോർട്ടന്റ് പറയുന്ന ഏരിയ, അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ കീഴിൽ വരുന്നതാണ് മാർക്കറ്റ് പ്ലാനിങ്ങും മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ എടുത്തത്. ഒന്ന് നാളത്തേക്ക്, നാളെ നമ്മുടെ ക്ലാസ് ഓൾറെഡി ഉണ്ടല്ലോ, വെനസ്ഡേ. അപ്പൊ നാളത്തേക്ക് ഇത്രയും എല്ലാവരും നിർബന്ധമായിട്ടും വായിച്ചു വെക്കുക കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എക്സാം വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ തേർഡ് ഫോർത്ത് മൊഡ്യൂളുകൾ വരുന്നത്. അത് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് അന്നന്ന് എടുക്കുന്നത്, എന്റെ മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിന്റെയും അന്നന്ന് എടുക്കുന്ന പോർഷൻസ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നാളത്തേക്ക് എല്ലാവരും വായിച്ചിട്ട് വേണം ക്ലാസ്സിലേക്ക് വരാനായിട്ട്. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. നമ്മൾ ഒരിത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടന്റ് കൊടുത്ത് തന്നെ പഠിക്കുക.